നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ചെറായി ബീച്ച് റിസോർട്ടിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. തുടരട്ടെ എല്ലാ ഹേറ്റേഴ്സും പോരട്ടെ, ഈ കളി ഫെയിലാകണത് നീ തന്നെ, ക്രോസന്റെ മത്സരമെന്നോട് തന്നെ. തുടരട്ടെ എല്ലാ നമ്മള് ചെറായി ബീച്ചിൽ ചെന്നിട്ട് ആദ്യം ഒരു കഫേയിൽ കയറി. ബീച്ചുള്ള ഈ സ്ഥലത്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും വരണം. ചിൽ ഔട്ട് കഫേ എന്നാണ് ഇതിൻ്റെ പേര് പോലെ തന്നെ ചില്ല് ചെയ്യാൻ പറ്റിയ സ്ഥലം, അടിപൊളി സ്ഥലമാണിത്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു ജ്യൂസും മൊജിറ്റവും കുടിച്ചു. കടലാഴമോളം നീ പെയ്തിറങ്ങുന്നു മനസ്സിൽ താനേ, പിരിയാതെ എന്നാടും തമ്മിലൊന്നായി ജന്മമാരോ മലെ പുൽകുമോ. തൂമിന്നൽ തൂവൽ തുമ്പാൽ മെല്ലെ എൻ പൂവൽ കനവിൽ തഴുകാൻ വരൂ. വാർത്തിങ്കൾ മായും രാവിൻ കൊമ്പിൽ ചിറകേറി നീ പുലർവെയിൽ മലർത്തരൂ. ഒരു സ്വപ്നം കാണും പോലെ, പുതു സ്വർഗം ചേരും പോലെ, അരികിലാരോ അഴക് ചോടി വിരിയവേ. ഇത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റിസോർട്ടിലോട്ട് പോയി. ചെറായി ബീച്ച് റിസോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. മഴനുള്ളും തുള്ളികൾ കരളോരം വീഴവേ, ദിനവാകെ നിൻമുഖം മാത്രമായി. പകലാറും സന്ധ്യകൾ കുടയുന്നോ വാനിലായി കുങ്കുമം പ്രണയമായി. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുന്നത്. ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ റിസോർട്ടാണിത്. നിങ്ങളിവിടെ ഓഫറുള്ള ദിവസം നോക്കി വരുവാണെന്നുണ്ടെങ്കിൽ റേറ്റ് കുറച്ചുള്ള റൂം കിട്ടും. ഞങ്ങൾ അഗോഡ സൈറ്റിൽ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 50% ഓഫർ ഉണ്ടായിരുന്നു. തണൽ വീഴാൻ വഴിയിലും പുഴമീട്ടും പാട്ടിലും കനലോലും നോവുമായി തേടി ഞാൻ. മറുവാക്കിൻ കുമ്പിളിൽ നറുപൂന്തേ നീളമായി ഇതിലേ പോരുമോ. ഇവിടെ ഞങ്ങൾ അടിച്ചു പൊളിച്ചതിന് ശേഷം നേരെ ഫോർട്ട് കൊച്ചിയിലോട്ട് പോയി. ജങ്കാറിലാണ് നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോയി ഇറങ്ങിയത്. ഞങ്ങൾ വൈകുന്നേരം ഫോർട്ട് കൊച്ചിയിൽ ഞങ്ങൾ കറങ്ങിയിട്ട് വൈകുന്നേരം വീട്ടിലോട്ട് പോയി. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.